ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ ഭീകരർക്കുള്ള തിരിച്ചടി ഇപ്പോൾ ജമ്മു കാശ്മീരിൽ നിന്ന് തന്നെ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പറഞ്ഞത് ഭീകരന്മാർ വസിക്കുന്ന ഭൂമി പോലും ഇനി ബാക്കി വെച്ചേക്കില്ല, അവർ ഈ ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും അവിടെ തകർത്ത് കളയും, ആ ഭൂമി പോലും ഉണ്ടാകില്ല എന്ന് പറഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത രണ്ട് കാശ്മീരി സ്വദേശികളായ ആസിഫിൻ്റെയും ആദിൽ ഹുസൈൻ മെക്കറിൻ്റെയും വീടുകൾ തകർത്തിരിക്കുന്നു സേന എന്നുള്ളതാണ്. സ്ഫോടനത്തിലൂടെയാണ് ഈ വീടുകൾ തകർത്തിരിക്കുന്നത്. ത്രാലിലായിരുന്നു ഇവരുടെ വസതി. ഈ രണ്ടു പേരും ബാക്കിയുള്ള 3 പേർ പാകിസ്ഥാനികളുമാണ്. ഇവരായിരുന്നു പൽഗാമിൽ ഈ നിരപരാധികളായ വിനോദസഞ്ചാരികളെ തുരുതുര വെടിവെച്ച് കൊന്നത്. അതിൽ 2 പേരുടെ വീടുകളാണ് എന്നേക്കുമായി ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമാക്കിയിരിക്കുന്നത്. അവിടെ വലിയ ഗർത്തങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നു. ഏതായാലും ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ പിന്നിൽ പാകിസ്ഥാനാണ് എന്നുള്ളതിൻ്റെ കൂടുതൽ തെളിവുകൾ ഇന്ത്യ 40 രാജ്യങ്ങൾക്ക് അതിൻ്റെ തെളിവ് സഹിതം അതിൻ്റെ റൂട്ടുകൾ അടക്കം കൈമാറിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതായത് ഒരു വലിയ ആക്രമണത്തിന് ഇന്ത്യ ഒരുങ്ങുന്നു. അതിനു മുമ്പ് ഇന്ത്യയുമായി സൗഹൃദത്തിൽ ഇരിക്കുന്ന രാജ്യങ്ങളെ അത് ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതിലേക്ക് ഇന്ത്യ കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. 40 രാജ്യങ്ങൾക്ക് ആ പട്ടിക കൈമാറി എന്ന് പറയുമ്പോൾ പാകിസ്ഥാനിന് ഇതിൽ പങ്കുള്ളതിൻ്റെ എല്ലാ തെളിവുകളുമാണ് അവർക്ക് നൽകിയിരിക്കുന്നത്. അതായത് ഒരു ശക്തമായ ആക്രമണം പോകുമ്പോൾ സ്വാഭാവികമായി തന്നെ സുഹൃത്ത് രാജ്യങ്ങളെ അത് ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത്തരത്തിൽ ബോധ്യപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാക്കി ഉള്ള നടപടികളാണ് വരും മണിക്കൂറിൽ. ഒപ്പം തന്നെ ഇന്ന് കരസേനാ മേധാവി ജമ്മു കാശ്മീരിൽ എത്തുന്നുണ്ട്. ഒപ്പം തന്നെ സേനാ വിന്യാസം അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പരിശോധിക്കും. ഇതിനിടയിൽ അതിർത്തിയിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ച ചിലയിടങ്ങളിൽ വെടിവെപ്പ് നടത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.